UDF പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷം അത് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. 5 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDF നേതാക്കൾ. എന്നാൽ പേരാമ്പ്രയിൽ പ്രശ്നമുണ്ടാക്കിയത് ഷാഫി പറമ്പിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. പേരാമ്പ്രയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 7 UDF പ്രവർത്തകരെ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിൽ 5 പ്രവർത്തകരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു. അതായത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, സ്ഫോടക വസ്തു എറിഞ്ഞു, അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്ന തരത്തിൽ എന്നീ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോലീസ് ഇത്രയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ UDFന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിരോധം, വലിയ വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. SP സമ്മതിച്ചു MPക്കെതിരെ അക്രമം നടന്നിട്ടുണ്ടെന്ന്. അവർക്കെതിരെ ഒരു നടപടിയുമില്ല. ഇത് നേരത്തെ CPM ഒരു കഥയുണ്ടാക്കി. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു, UDF പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. അങ്ങനെയാണ് അവിടെ സ്ഫോടനം ഉണ്ടായത്. പോലീസ് അന്ന് അതൊന്നും സ്ഥിരീകരിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ചില വിശ്വാസ്യതാ പ്രശ്നങ്ങളുണ്ടെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ. പേരാമ്പ്രയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധ തമ്മാടിത്തരം. ഇരകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു പേരാമ്പ്രയിൽ പോലീസ്. ഇതിന്റെ വസ്തുത പുറത്തു വരണം. എന്നാൽ ആദ്യം മുതൽ തന്നെ പ്രതിരോധിക്കാൻ CPM ഉപയോഗിച്ച അതേ വാക്കുകൾ ഇപ്പോഴും അതേ പടിയിൽ തന്നെ ഉപയോഗിക്കുകയാണ് CPM. അതായത് പേരാമ്പ്രയിൽ ഷാഫി നടത്തിയത് ഷാഫി ഷോ ആണ്. CPMനൊരിക്കലും ഈ തരത്തിൽ പ്രതികളുടെ പേര് പറഞ്ഞു കൊടുത്തുകൊണ്ട് CPM പറയുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ ജീവഹാനി വരുത്താനും അവിടെ പ്രശ്നമുണ്ടാക്കാനും ഷാഫി അടക്കമുള്ളവർ ശ്രമിച്ചു എന്ന നിലപാടിൽ തന്നെയാണ് CPM ഇപ്പോഴും നിലനിൽക്കുന്നത്. ഷാഫിയുടെ ഷോ ഇതുപോലെയുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ളൊരു മണ്ണിലൊന്നും നടക്കുന്ന കാര്യമല്ല. ഷാഫി ഒരു യുദ്ധത്തിന് വന്നപ്പോൾ അപ്പുറത്ത് സൈന്യമില്ല, പിന്നെ ആകെ കണ്ടത് എന്താണ്? പോലീസിനെയാണ്. ഷാഫി ലക്ഷ്യം വെച്ചത് ജീവൻ അപഹരിക്കാൻ ഉൾപ്പെടെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.